തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും ഫലത്തെയും ഒക്കെ ബാധിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു കത്രിക ഒരു സ്ത്രീയുടെ വയറ്റിൽ അകപ്പെട്ടു. അത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. മാർഷലെ, ഇത് ഹർഷീനയുടെ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവം. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയിരിക്കുന്നു. 5 വർഷത്തിന് ശേഷം 5 വർഷം ആ സ്ത്രീ ആ കത്രികയും കൊണ്ട് നടന്നു. നമ്മൾ നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് എന്ത് തരം നമ്പർ 1 ആണിത്? സാധാരണ നമ്മൾ പറയും ഡോക്ടർ അകത്തുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ മാറി കത്രിക അകത്തുണ്ട് എന്നുള്ള ലൈനിലേക്കാണ് ഇത് രണ്ടാമത്തെ കേസ് വരുന്നത്. ഇത് 2 എന്നുള്ളതല്ല. അതിൻ്റെ കാരണം കൈമാറി ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. ഇത് 2 എന്നല്ല, ഇനി എത്ര പേരുടെ വയറ്റിൽ ഇതുപോലെ കണ്ടെത്താനുള്ളത് ഇനിയും വേറെ ഉണ്ടാവും. അതിനകത്ത് ഞാൻ കേട്ടത് രസകരമായ ഒരു കാര്യം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കത്രിക 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തി എന്നുള്ള ഒരു പരാമർശമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ആരോഗ്യ കേരളത്തെ നമ്പർ 1 ആണ് എന്ന് അഭിമാനിക്കുന്നതാണ്. അതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വീഴ്ചകളും സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളും അതികഠിനമായി ഇപ്പോഴും തുടരുകയാണ്. ഒരു സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയാണ്. അപ്പോൾ ആ സിസ്റ്റം നന്നാക്കാത്തത് ആരുടെ പ്രശ്നമാണ്? അത് ഈ സർക്കാരിൻ്റെ പ്രശ്നമാണ്. സർക്കാരാണ് ഈ സിസ്റ്റം നന്നാക്കി കൊണ്ടുപോകേണ്ടത്. അതിൽ ഡോക്ടർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. OP ബേഷ്കർ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് പല വിഷയങ്ങളിനകത്ത് പറയാനുണ്ടാകാം. അവരുടെ ജോലി തിരക്കിൻ്റെ പ്രശ്നം ഉണ്ടാക്കാം, അവർക്ക് ആവശ്യത്തിന് ഡോക്ടർമാരും ഡ്യൂട്ടി നേഴ്സുമാരും ഇല്ലാത്തതിൻ്റെ വിഷയങ്ങളുണ്ടാകാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഭരണകൂടമാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടം ഇത് പരിഹരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നത്തിന് ഇരകളാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇനിയും ഇതൊരു സ്വകാര്യ ആശുപത്രിയിലെ കേസല്ല. വളരെ തീരെ നിർധനരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണ മനുഷ്യന്മാർ അവിടെ എത്തുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ OP ബേഷ്കരണ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ ഒരാൾ വരുന്നു. ആ ആളുടെ അപ്പൻഡീസിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മുഴുവൻ പൊട്ടിയ നിലയിലാണ്. ഡോക്ടർ പറഞ്ഞത്ര ഇങ്ങനെയാണെന്ന് അത് വിശ്വസിച്ച് പോവാണ്. നമ്മളിതൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ എന്തൊക്കെ ബഹളങ്ങൾ അവിടെ ഉണ്ടാകാം. അപ്പോൾ ഈ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത്. ഒരു ഡോക്ടർ പറയുന്നത് 10-50 കൊല്ലം കടന്നാലും ഒരു കുഴപ്പമില്ല, കത്രികയല്ലേ, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയും. ഇതൊക്കെ എത്രമാത്രം വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇത് ഒരാളുടെ വീഴ്ചയല്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി നിലയിൽ KK ശൈലജ ടീച്ചർ വളരെ നല്ല ആരോഗ്യമന്ത്രിയാണെന്ന് നമ്മൾ പറയും. പക്ഷേ കത്രിക, പഞ്ഞി തുടങ്ങിയിട്ടുള്ള മുള്ളുമുരുക്ക് എല്ലാവരുടെ വയറ്റിൽ കിടക്കുവാണെങ്കിൽ അതൊരു നല്ല ആരോഗ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റില്ല. വീണ ജോർജ് ഇത്തരം കാര്യങ്ങളിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അതനുസരിച്ച് പരിഹരിക്കുകയും വേണം. 9 വർഷമായി ഇനിയും നിങ്ങളിത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ആ ഒരു ചോദ്യം ഇവർ നിൽക്കുകയാണ്. ഇതിനകത്ത് ഈ ഡോക്ടർമാരുടെ സെൻസിറ്റിവിറ്റി ഇല്ലായ്മ, അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർമാർ നമ്മുടെ രോഗം ഭേദമാക്കുന്ന ആൾക്കാരാണ്, ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ പലപ്പോഴും മുന്നിലിരിക്കുന്ന രോഗികളോട് അവരും മനുഷ്യരാണെന്നുള്ള രീതിയിൽ ഈ ഡോക്ടർമാർക്ക് ഇതെല്ലാം കണ്ട് പരിചയമുണ്ട്. അവർ ഈ രോഗത്തെയും ഇതിൻ്റെ എല്ലാത്തരം കാര്യങ്ങളെയും അറിയാവുന്നവരാണ്. പക്ഷേ മുന്നിലിരിക്കുന്നവർ അവരുടെ ആ മാനസികാവസ്ഥയെ മനസ്സിലാക്കാതെ പറയുന്നതും ഒക്കെയുള്ള കാര്യം. ഇപ്പോൾ ഈ ഡോക്ടർ ലളിതാംബിക ആദ്യം ഈ ഡോക്ടർ ലളിതാംബികയാണ് ചെയ്തതെന്നാണ് വിചാരിച്ചത്. ഡോക്ടർ ലളിതാംബികയുടെ ആദ്യ പ്രതികരണം, ഇത് കത്രിക വയറ്റിലിരുന്നാലും എത്ര നാളിരുന്നാലും കുഴപ്പമില്ല, ഇതെന്താ ഇപ്പം കങ്കാരു മനുഷ്യനെ അല്ലെങ്കിൽ കങ്കാരു കുട്ടിയെ വയറ്റിൽ കൊണ്ട് നടക്കും എന്ന് പറയുന്ന പോലെ മനുഷ്യന് അത്തരത്തിലൊരു വയറ്റിൽ കത്രയും കൊണ്ട് നടക്കുന്ന ജീവിയൊന്നുമില്ലല്ലോ. എത്ര നാൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ഇത്ര ഇൻസെൻസിറ്റീവായിട്ട് ഡോക്ടർമാർക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? ഇതിലിപ്പോൾ നേരത്തെ മാർഷൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം. അപ്പം കേരളം നമ്മൾ എപ്പോഴും ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പറയാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ആ ഒരു ടാഗ് ലൈൻ നമ്മൾ കേട്ടു തുടങ്ങിയത് കോവിഡ് കാലത്താണ്. LDF UDF മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യമാകാൻ പ്രധാന കാരണം ആരോഗ്യ വകുപ്പ് കോവിഡ് കാലത്ത് നൽകിയ കരുതലും കൈത്താങ്ങും തന്നെയാണ്. അവിടെ നിന്ന് ഇപ്പം ഇന്നലെയാണ് നമ്മൾ ഇരുണ്ട കാലത്തെക്കുറിച്ച് സംസാരിച്ചത്. അല്ലെങ്കിൽ VS ശിവകുമാറിൻ്റെ കാലത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ മാത്രം നമുക്ക് എത്ര ഉദാഹരണങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്തൊരു വേദനയായിരുന്നു. ആ സമയത്ത് അവിടെ ആരോഗ്യമന്ത്രി എത്തി മാധ്യമങ്ങളോട് ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് അവിടെ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് കിടക്കുന്ന കെട്ടിടത്തിനിടയിൽ ബിന്ദു കിടക്കുന്നുണ്ട്. അവിടെ ആ സമയത്ത് PR വർക്കാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി നടത്താൻ ശ്രമിച്ചത്. അവിടെ രക്ഷാപ്രവർത്തനത്തിലല്ല ഊന്നൽ നൽകിയത്. അപ്പോൾ ലളിതാംബികയുടെ കാര്യം പറഞ്ഞു. ഈ മകൻ ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഡോക്ടർ ലളിതാംബികയെ പോയി കണ്ടു എന്ന് പറയുന്നത്. അവരല്ല ചെയ്തത്, ഡോക്ടർ ഷാഹിദയാണ് സർജറി ചെയ്തത്. പക്ഷേ എന്നാലും 5 വർഷക്കാലമാണ്. അവരൊരു തൊഴിലുറപ്പ് ജീവനക്കാരിയാണ്. ആ കുടുംബം പോറ്റാൻ വേണ്ടി ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്, ഇവർ തൊഴിലുറപ്പ് ആ രീതിയിൽ ജോലിക്ക് പോകുന്ന നിർധനരായ കുടുംബമാണ്.
ഇത്രയും വേദന ഇന്നലെ നമ്മളോട് മാധ്യമങ്ങൾ ഒരു നിവൃത്തിയില്ലാതെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. കാരണം ആദ്യം പോയപ്പോൾ ഇത് വേറൊരു ഡോക്ടറാണ് എക്സ്റേ ചെയ്യാൻ പറയുന്നത്. എക്സ്റേ ചെയ്തപ്പോഴാണ് കത്രികയാണെന്ന് കണ്ടെത്തുന്നത്. ഈ ഇതും കൊണ്ട് വണ്ടാനത്തേക്ക് വീണ്ടും പോകണം. അപ്പം മറ്റൊരു ദിവസം വന്നാൽ മതി, കുഴപ്പമില്ല. ഇത്രയും ഗുരുതരമായൊരു വിഷയമുണ്ട്, അഡ്മിറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല. പോയിക്കോളൂ, നിങ്ങൾക്ക് പിന്നൊരു ദിവസം മതി. കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണം കൂടി കുടുംബം നടക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയാണ്, സർക്കാർ ഡോക്ടർമാരാണ്, വീട്ടിൽ പോയി പലതവണ കണ്ടു, പൈസ കൊടുത്തിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടർ അങ്ങനെ പണം വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ ആ ഡോക്ടറെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ലാന്നാണ് ഡോക്ടർ ലളിതാംബിക രാവിലെ പറഞ്ഞത്. എന്നാൽ ഇപ്പം നോക്കും, നമ്മളെ ആ പൊസിഷനിൽ ഇപ്പം ആരാണെങ്കിൽ നമ്മളെ ആ പൊസിഷനിൽ ഒന്ന് നിർത്തി വെക്കുക. 5 വർഷക്കാലം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ലോഹമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ഇത് ബ്ലണ്ട് ഒബ്ജക്റ്റ് ആണ്, കത്രികയല്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ തെറ്റാണ്. ഇപ്പം അതിന് ഒരു പറയുന്നൊരു ന്യായീകരണം കോവിഡ് കാലമാണ്. ഇപ്പം ഡോക്ടർ ഷാഹിദ് പറയുന്നത് ആ സമയം 2020 മെയ്, ആ കാലഘട്ടം കോവിഡ് കാലമാണ്. അന്ന് ജീവനക്കാരുടെ കുറവുണ്ട്, അതുകൊണ്ട് ചിലപ്പം ഒരു പിഴവ് പറ്റിയേക്കാം, അവർക്ക് അപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഒരു സർജറി സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ഒരു സർജറിക്ക് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോയ ഉപകരണങ്ങൾ, അത് കഴിഞ്ഞൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അത് സ്റ്റാഫ് നഴ്സാണ് ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർ ഷാഹിദ് പറയുന്ന ആ ദിവസം സ്റ്റാഫ് നഴ്സേ ഇല്ല ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ. ഡോക്ടർ ലളിതാംബിക പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ബോർഡിൽ എഴുതി വെക്കുക, എത്ര എണ്ണം ഉപയോഗിച്ചു, അതെല്ലാം തിരിച്ചുണ്ടോ എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തേണ്ടത് ഫ്ലോർ നഴ്സിന്റെ ചുമതലയാണ്. ഫ്ലോർ നഴ്സ് എന്ന് പറയുന്ന സംവിധാനമേ സർക്കാർ സംവിധാനത്തിൽ ഇല്ലാന്ന് പറയുന്നത്. അത് ശരിയാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, വേണുവിന്റെ കാര്യം ഓർമ്മയുണ്ട്, വന്നു കൊല്ലത്ത് നിന്ന് മരിച്ചു. നമ്മൾ നമ്പർ വൺ എപ്പോഴും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥം ഒരു കാലത്ത് നമ്പർ 1 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അല്ലാതെ ഇങ്ങനെ വരുന്ന സംഭവങ്ങളെല്ലാം രാഷ്ട്രീയമായി ക്യാപ്സ്യൂൾ കൊണ്ട് പ്രതിരോധിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. അതിനനുസരിച്ച് നമ്മൾ ഉയരണം. അതിന് വിമർശനങ്ങളെ സർക്കാർ പോസിറ്റീവായി കാണണം. രണ്ടാമത്തെ കാര്യം, ഡോക്ടർമാർ ഇന്ന് ഡോക്ടർ വിശദീകരിക്കുമ്പോൾ ആ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും അവർ രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസ് മാത്രമാണ് പറയുന്നത്. രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ രോഗിക്ക് എന്താ അവകാശമുണ്ട് ഇവിടെ? ഡോക്ടർമാർക്ക് അവകാശമുണ്ട്, ആശുപത്രി സംരക്ഷണ നിയമമുണ്ട്, ആശുപത്രി കെട്ടിയ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്, ഡോക്ടർക്ക് നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ രോഗിക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? കൈപോയ കുട്ടിയുടെ അമ്മ സമരം ചെയ്യേണ്ടി വരുന്നു, വയറ്റിൽ കത്രിക കുടുങ്ങിയ ആർഷിന സമരം ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഒരു ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് വിധേയമായി, പണമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോയി ചികിത്സയ്ക്ക് വിധേയമായി എന്ന ഒരൊറ്റ കുറ്റം കൊണ്ട് സമരം ചെയ്ത് 5-10 വർഷം സർക്കാരിന്റെ ഏറ്റവും അവസാനം ചികിത്സാ പിഴവ് വന്നാൽ അത് അന്വേഷിക്കുന്നതും ഈ ഡോക്ടർമാർ ചേരുന്ന സമിതിയാണ്. അവിടെയും നമ്മുടെ പൊതുസമൂഹത്തിന് ഒന്നും അറിയില്ല. അത് മാത്രമല്ല, ഈ ഇരകളുണ്ടല്ലോ, ഈ അനുഭവിക്കുന്നവർ രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ്. ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അവർക്ക് വേറെ ആളുകളില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണപക്ഷം അവരെ സപ്പോർട്ട് ചെയ്യും. ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് ആരൊക്കെയാ? ചെന്നിത്തല ഓടിയെത്തി, ഷാനിമോൾ ഉസ്മാൻ ഓടിയെത്തി. ശരിയാണ്, പ്രതിപക്ഷത്തെ അതെത്തും സമരം, പ്രതിഷേധം, ധർണ എല്ലാം നടക്കുന്നു. പക്ഷെ അതിനപ്പുറം ഈ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തുകയും. ഇന്നലെ ആ മകന്റെ പ്രതികരണത്തിലുണ്ട്, ഈ കത്രിക കണ്ടപ്പോഴും അവർ ആദ്യം വീണ്ടും സർക്കാർ ആശുപത്രിയിലേക്ക് തന്നെയാണ് പോയത്. ആ ഡോക്ടർ അടുത്തേക്ക് പോയി, ഒരിക്കൽ കൂടി അവർ വിശ്വസിച്ചു. പക്ഷെ അവിടുന്ന് പോലും അവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല. എന്നിട്ടാണ് മറ്റൊരു വഴിയും ഇല്ലാതെയാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുറം ലോകം അറിയണമെന്ന്. ഇപ്പൊ ആശുപത്രി ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഇതുവരെയും ഡോക്ടർമാർ തെറ്റ് സംഭവിച്ചിട്ട് എന്റെ അനുഭവം ശിക്ഷിക്കപ്പെടുന്ന പോട്ടെ, ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം.